പകലും നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രകുമാരൻ വരവിലും മലയാളത്തിലേക്ക് നമ്മൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ ശ്രദ്ധയോടെ ഇരിക്കണമേ. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമപുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ വിശുദ്ധ ബൈബിളിൽ ആരംഭിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പ്രത്യേകത, ആദിയിൽ ദൈവം ആകാശം ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ പേരാ കാസ്മോസ്, പ്രപഞ്ചം. 2, മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നു. കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെയിരിക്കണം. എവിടുന്ന് സൃഷ്ടിക്കുന്നു? മനുഷ്യൻ ചിമ്പാൻസി കുരങ്ങമല്ല. ഇന്നേക്ക് 6000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇറാഖിനകത്ത് നല്ല ഒരു നദി ഒഴുകുന്ന യൂഫ്രട്ടീസ് ടൈഗ്രീസ്. അതിൻ്റെ അക്കരെ നല്ലൊരു മണ്ണുണ്ട്. ആ മണ്ണിൻ്റെ പേരാണ് എത്യോപ്യ. അവിടെ നിന്ന് 6 ഘടകം സ്വർഗമെടുത്തു. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസ്ത്രം. നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. മണ്ണിൽ നിന്നല്ല, നിലത്ത പൊടി. ഇയ്യോബ് 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിയിൽ. ദാനിയേൽ 12:2 നിലത്ത പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും. അടുത്തത് വരുമ്പോൾ ഉൽപ്പത്തി 2:17 നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. സങ്കീർത്തനം 90 ഒരു കുഞ്ഞുങ്ങളും വായിക്കാത്ത സങ്കീർത്തനം. അകരോണ്ട് മരണം കാണുമ്പോൾ മോശ എഴുതുന്നു, അനാദിയായും ശാശ്വതമായി നീ ഞങ്ങളുടെ ദൈവം, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളപ്പാട് തരുന്ന ദൈവം. അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു വാചകമുണ്ട്, സഹോദരങ്ങളെ, മർത്യനെ മണ്ണിലേക്കല്ല പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവം. ഇനി അതിനാസ്പദമായി അതിൻ്റെ താഴെ വേറൊരു വാക്യവും കൂടെ ഉണ്ട്, ഞങ്ങളുടെ ആയുഷ്കാലം 70 ഏറെയായാൽ. ബാക്കി ആരും മിണ്ടുന്നില്ലല്ലോ, സന്തോഷമില്ലല്ലോ. അപ്പോൾ ഒരു ശവപ്പെട്ടി വേണമെന്നുള്ളതാണ് സ്വോത്രം. ഒന്നേ പെട്ടി അല്ലേ നേരെ, അതിന് വേണ്ടിയ സ്വോത്രം. പ്രത്യേകിച്ച് പാസ്റ്റർമാർ ആ ഭാഗം വരുമ്പോഴേ വായന നിർത്തും. ഉടനെ ഞങ്ങളുടെ ഭാര്യമാരെ കൊടുക്കും നാടൻ മലയാളത്തിൽ, പോന്നേ അവള് പൊക്കോട്ട്, ഞങ്ങൾ വേറെ കല്യാണം കഴിക്കാം. മനസ്സിലാകുന്നവർക്കായി ഒറ്റ പാസ്റ്റർമാർ വായിക്കാത്ത സങ്കീർത്തനം 90 ഞങ്ങളുടെ ആയുഷ്കാലം 70 ഏറെയായാൽ 80. മണ്ണിൻ്റെ പ്രത്യേകത, പഠിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്നു. 97 മൂലകം മണ്ണിനകത്തുണ്ട്. അത് കട്ടിപ്രതലമായി. ഇവിടെ കരിങ്കല്ലിൽ നിന്നോ അല്ലെങ്കിൽ അമ്പൂരിയിലെ പാറക്കൂട്ടത്തിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞാൽ അവൻ ആകൃതിയിലും സ്വരൂപമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് മണ്ണ് ഫിൽട്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഘടകമാ പൊടി. 17 മൂലകങ്ങൾ. അതിൽ നിന്ന് പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. സാദൃശ്യത്തിലും സ്വരൂപത്തിലും തേജസ്സിലും ബഹുമാനത്തിലും അധികാരത്തിലും ജീവശാസ്ത്രത്തിലും നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. ആദമിൻ്റെ മൂക്കിൽ ജീവശാസ്ത്രം ഊതിയപ്പോൾ ആദമിൻ്റെ കല്ലിന് ചലിക്കുവാൻ തുടങ്ങി, അവൻ്റെ കാലുകൾ ചലിക്കുവാൻ തുടങ്ങി, അവൻ്റെ തലമുടികൾ ചലിക്കുവാൻ തുടങ്ങി, ഹൃദയത്തിൻ്റെ 4 അറകൾ ചലിക്കുവാൻ തുടങ്ങി. ഹാർട്ടിൻ്റെയും രക്തത്തിൻ്റെയും പമ്പിങ് ഒരുപോലെ നടന്നു. കിഡ്നിയും ലിവറുമല്ല തക്ക സമയത്ത് ഓടുവാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ദൈവസഭയിൽ നമുക്ക് പറയാം, കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് ഇന്ന് പകൽ നമ്മൾ പറയണം, സാധാരണ ദൈവമല്ല. അതുകൊണ്ട് ചങ്കുറ്റത്തോടെ അപ്പച്ചമ്മച്ചി ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് പറയാം, ഈ ദൈവം ആരാ? മഹാദൈവം. മനസ്സിലാകുന്നവർക്കായി ആദമിന് തക്ക തുണയായി അവൻ്റെ ഭാര്യയിൽ നിന്ന് ഒരു സഹോദരിയെ വേർപിരിക്കുന്നു. അതിൻ്റെ പേരാ ഹവ്വ. അതിൻ്റെ പ്രത്യേകത എന്താ? ആദമിന് ഗാഠനിദ്ര വരുത്തി. കുഞ്ഞുങ്ങൾ അവിടെ നിന്നാണ് അനസ്തേഷ്യ ആരംഭിക്കുന്നത്. അനസ്തേഷ്യയുടെ അനിയനായിരുന്നു ക്ലോറോഫോം കണ്ടുപിടിച്ച ഒരു ശാസ്ത്രജ്ഞനുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ജെയിംസ് സിംസൺ. വിജ്ഞാനത്തെ ഗഗനമായി നിങ്ങൾ എഴുതിയിരിക്കുന്നത്. ക്ലോറോഫോം കണ്ടുപിടിച്ച് അനസ്തേഷ്യ കണ്ടുപിടിച്ചതും അദ്ദേഹം. ബൈബിൾ വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്തരാത്മാവിൽ നല്ലൊരു ധാരണ ഉണ്ടായി, മനുഷ്യന് ബോധത്തെ മാറ്റിവരുത്താം. അതുകൊണ്ട് അവിടെ നിന്ന് ക്ലോറോഫോമോ അനസ്തേഷ്യയും കണ്ടുപിടിച്ചത്. അനസ്തേഷ്യയുടെ പ്രത്യേകത, ഒരു മനുഷ്യൻ സർജറിക്ക് വിധേയമാകുമ്പോൾ ഒരു നിശ്ചിത പമ്പ് അനസ്തേഷ്യ കുത്തിവെച്ചാൽ ശരീരത്തിൽ വേദനയറിയാതെ സർജറി നടത്തുവാൻ പറ്റും. കണ്ടുപിടിച്ചത് ഒരു യഹൂദ ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി. ഡോക്ടർ ജെയിംസ് സിംസൺ. അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ ആധിക്യത്തിൽ ഒരു വീൽ ചെയറിനകത്ത് കാലുകൾ തളർന്നിരിക്കുമ്പോഴാണ് നോബൽ സമ്മാനം കിട്ടുന്നത്. അന്ന് പത്രക്കാരെല്ലാം അവിടെ വന്നു. അദ്ദേഹത്തോട് ചോദിച്ചൊരു കാര്യമുണ്ട്, സാറിന് നോബൽ സമ്മാനം കിട്ടിയതിൽ സന്തോഷമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, സന്തോഷമുണ്ട്. അതല്ല എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അവരെ പാർക്കാൻ കൊണ്ടുവന്ന സ്ഥലമാ ഏദൻ പൂങ്കാവനം. ഏദനകത്ത് ദൈവം മനുഷ്യനെ കൊണ്ടുവന്നു. അടക്കി പാടുക, പെറ്റുവരിക, സന്താനപുഷ്ടിയുള്ളവരാകുക, നിത്യം ദൈവത്തെ ആരാധിക്കുക. ഒരു ദിവസം സമം 1000 സംവത്സരം. 1000 വർഷം ദൈവം മനുഷ്യൻ ആയുസ് കൊടുത്ത് അവിടെ ആദ്യത്തെ കുടുംബത്തെ ആശീർവദിച്ചു. അതുകൊണ്ട് ആദ്യത്തെ കല്യാണം നടത്തിയത് എവിടെ? കുമാരി മാവട്ടത്തിലല്ല, അല്ലെങ്കിൽ കേരളത്തിലെ നെയ്യാറ്റിൻകര കോടതിയിലല്ല. അതുകൊണ്ട് അടുത്ത സ്ഥലത്ത് കത്തോലിക്ക സഭ, മറ്റ് സഭകളെല്ലാം ഇരിക്കുന്നത് CSI സഭ. അവിടെയെല്ലാം
കല്യാണത്തിക്ക് ഒരു പാട്ട് കൊയർ പാടും. എന്താ? വാനിൽ നിന്ന് ഒരു മകുടം കർത്തൻ കയ്യാൽ അത് വാഴ്ത്തി മണവാളന് നൽകി മണവാട്ടിക്കും കൊടുത്തു. ഇതാ ഏദന്റെ പൂങ്കാവനത്തിൽ പെന്തക്കോസ് കല്യാണം. ഒരു വരൻ വധു നിൽക്കുന്നത് ഊഴിയം ചെയ്യുന്ന അല്ലെങ്കിൽ വിവാഹ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിൻ വേലക്കാരൻ അല്ലെങ്കിൽ പെരിയ പാസ്റ്റർ ഒരു കാര്യം ചെയ്യുക, രണ്ടുപേരുടെ കൈ ഇങ്ങനെ കൂട്ടിക്കൊടുത്ത് 6000 കൊല്ലങ്ങൾക്കും ഏദന്റെ പറുദീസയിൽ ആദമ്യ കുടുംബത്തെ ഒരുമിച്ച് കർത്താവിൻ കരത്താൽ നിങ്ങളുടെ വിവാഹം ആശീർവദിക്കപ്പെടട്ടെ. സ്വോത്രം. അതാ സ്വർഗം ആദ്യത്തെ കല്യാണം നടത്തി വരാൻ പോകുന്ന അമേരിക്കയിലേക്ക്. ഇന്ന് പകലിൽ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണം, ഇന്നത്തെ കല്യാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം മാറി. അതിനോടനുബന്ധിച്ച് സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിക്കുകയും ചെയ്തു. രക്ഷയുടെ വസ്ത്രം അവർ നഷ്ടപ്പെടുത്തി. അതിന് പ്രത്യേകതയായി ഈ ആദ്യത്തെ കല്യാണം നടത്തിയ സ്വർഗത്തിലെ ദൈവം അതിനെതിരായി പിശാച് ടോർപ്പിടം വെച്ചു. തോട്ടത്തിനകത്ത് നന്മയുടെയും തിന്മയുടെയും ഫലമുണ്ട്, അത് ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ തോട്ടത്തിന് പുറത്താകും. മഞ്ഞാലിമൂട്ടിന്ന് ആദം എവിടെ പോയി? പനച്ചുമൂട് ചന്തയിൽ പോയി. ഹവ്വാമ്മയുടെ വാട്സപ്പ് നമ്പർ എങ്ങനെയോ കിട്ടി, മനസ്സിലാകുന്നവർക്കായി. പിന്നെ ഈ സർപ്പം മെസ്സേജ് അയച്ചുകൊണ്ട് ഇന്ന് അജിപ്പാസ് പറഞ്ഞ പോലെ വീട് തരാം, കാറ് തരാം, കറുത്ത കാറ് തരാം, വെളുത്ത പെണ്ണ് തരാം, കമ്പ്യൂട്ടർ തരാം, തെക്കേ അമേരിക്കയിൽ വിടാം. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. അതല്ലയോ ഞാൻ വിചാരിച്ചു കേരളത്തിലും ഇതേ ഉള്ളെന്ന്. ഇപ്പം അടുത്ത സമയത്ത് നാഗർകോവിലിൽ പോയപ്പോഴും എവരും അവിടെ കയറിയിട്ടുണ്ട്. എന്തായാലും അവിടെ നിരത്തി അങ്ങ് റെഡിയാക്കി ഞാൻ, കുഴപ്പമില്ല. ഇപ്പോൾ അവിടുത്തെ ആൾക്കാർക്കെല്ലാം പിടികിട്ടി അവരാരാന്ന്. സ്വോത്രം. കേരളത്തിൽ ഞങ്ങൾ അവരെ അങ്ങ് റെഡിയാക്കി. അതുകൊണ്ടാണ് പറഞ്ഞത്, അതിലൊന്നും നിങ്ങൾ വീണ് പോകരുത്. അമ്മാമ്മ കഴിച്ചു. പനച്ചുമൂട് ചന്ത അച്ചായൻ പോയിട്ട് വന്നു. 35 ചൂടായിരുന്നു. സർപ്പ ഭയങ്കര ബുദ്ധിമാനായിരുന്നു. ആൻറ്റിയോട് പറഞ്ഞ് മൊത്തം ശാപ്പട കൂടാതെ, തമിഴുകാരുടെ ഭാഷയിൽ പറഞ്ഞ പകുതി ഫ്രിഡ്ജ് വെച്ചേക്കണമെന്ന് മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ടാണ് കോരിന്ത്യ ലേഖന സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചു. മനസ്സിലാകുന്നവർക്കായി 2 രക്ഷയുടെ വസ്ത്രം പോയി. ഇന്ന് പകൽ മനസ്സിലാക്കണം, പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ സ്വർഗത്തിൻ്റെ ക്യാമറ ഇറങ്ങി, ആദമേ നീ എവിടെ? മനസ്സിലാകുന്നവർക്കായി. ദൈവസന്ധിയിൽ അകന്നു പോകുന്ന മനുഷ്യന് മടക്കിക്കൊണ്ടുവന്ന് നിത്യതയോടെ അടുപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാ ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് പകലും ഈ ശബ്ദസീമയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ ആരെങ്കിലും ഞങ്ങളെ കാണുന്നെങ്കിൽ, കുഞ്ഞ് താങ്കൾ ഒരു പാപത്തിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ ആത്മഹത്യയല്ല പരിഹാരം, മരണമല്ല പരിഹാരം, വചനം വിട്ടുപോകുന്നതല്ല പരിഹാരം. മടങ്ങി വന്ന അപ്പച്ചൻ്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കാൽവരിയുടെ കൊലക്കളത്തിൽ കള്ളൻ കരഞ്ഞതുപോലെ ഇന്ന് പകലത്തെ ആരാധനയിൽ കടന്നു വന്ന് താങ്കൾ മാപ്പ് പറഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുന്നുവെങ്കിൽ താങ്കളുടെ പാപങ്ങളെ മാറ്റിക്കൊണ്ട് വീണ്ടും തങ്ങളെ മാറോട് ചേർക്കുന്ന ഒരപ്പച്ചനെ ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു. അവന്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ആ സ്നേഹത്തെയായി ഇന്ന് പകലും ഞങ്ങൾ ചർച്ചിൽ ഉയർത്തുന്നത്. ആ സ്നേഹത്തിന്റെ പേരാ കാൽവരിയിലെ സ്നേഹം. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന നല്ല അപ്പൻ. തോട്ടത്തിൽ നിന്ന് അവർ രക്ഷയുടെ വസ്ത്രം പുറത്തായി. രണ്ടാമത് 2 കുഞ്ഞുങ്ങൾ അവർക്കുണ്ടായിരുന്നു, കായീനും ഹാബേലും. എന്താ? അവർ 2 പേര് ആരാധനയ്ക്ക് വന്നു. സ്വർഗം പറഞ്ഞു ആരാധനയ്ക്ക് വരുമ്പോൾ നിലത്തിനകത്ത് കായീൻ വന്നപ്പോൾ നല്ല ഫലങ്ങളാണ് കൊണ്ടുവന്നത്. ഏതോ സൺഡേ സ്കൂൾ ടീച്ചർ പറഞ്ഞു എലി കടിച്ച കാച്ചിലും ചേനയൊക്കെയാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഒന്നും ബൈബിളിലില്ല. സ്വോത്രം. എന്താ? നല്ല ഫലങ്ങളാണ് കൊണ്ടുവന്ന, കാച്ചിൽ, ചേന, വഴുതനങ്ങ, കോവയ്ക്ക എല്ലാം കൊണ്ടുവന്നു. പക്ഷേ ഇതിനൊന്നും ജീവനില്ലായിരുന്നു. സ്വോത്രം. ഹാബേൽ ഒരു കുഞ്ഞാടിനെയാണ് കൊണ്ടുവന്നത്. കുഞ്ഞാടിൻ്റെ പ്രത്യേകത എന്താ? ചർച്ച വന്ന് മിണ്ടാതിരിക്കുകയില്ല. ഇന്ന് രാത്രി കൊണ്ട് പോകുന്നതുകൊണ്ട് പറയാം, ഇന്നത്തെ പെന്തിക്കോസുകാർ ആരാധനയൊക്കെ പോയി ഈ ബെറ്റിലക്കകത്ത് അമ്മച്ച് ചുണ്ണാമ്പ് തേക്കുന്ന പോലെ ഇപ്പം പെന്തിക്കോസുകാരുടെ കയ്യടി. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇന്ന് പകലിൽ മടങ്ങി വന്നേ പറ്റത്തുള്ളൂ. സ്വോത്രം. അതുകൊണ്ട് ഇന്നലെ താനുമൂടി പറഞ്ഞു ഇപ്പം പെന്തിക്കോസിനകത്ത് പല ബ്രദർകാരുമുണ്ടെന്ന്. അതല്ല വിഷയം. കുഞ്ഞെ ദൈവസഭയിൽ വരുമ്പോൾ ഒന്നേ പാടിയോടോ സ്വർഗം സന്തോഷിക്കണം, ഒന്നേ കരമടിച്ചോളോ ദുട്ട പിശാച് നടുങ്ങണം, ഒന്നേ അന്യഭാഷയിൽ ആരാധിച്ചോളോ. ദേശത്ത് ബന്ധിച്ചിരിക്കുന്ന ശക്തികൾ ദേശം വിട്ടോടി നിനക്ക് അവകാശമായി തീരണം. ഇന്ന് പകൽ വചനമായതിൻ്റെ പ്രത്യേകത പുറകെ പറഞ്ഞു തരാം. കായീൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു. സ്വർഗം അത് കണ്ട് പ്രസാദത്തിൻ്റെ വർഷം ഇറങ്ങിയപ്പോൾ കായീൻ സ്വന്തം സഹോദരനെ വെട്ടിക്കൊന്നു. സ്വർഗത്തിൻ്റെ ക്യാമറ ഇറങ്ങി. ചോദിച്ചൊരു ചോദ്യമുണ്ട് കായീനോട്, കായീനെ നിൻ്റെ സഹോദരനായ ഹാബേൽ എവിടെ? ഹാബേൽ എവിടെയെന്ന് ചോദിക്കുമ്പോൾ കായീൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അവൻ്റെ കാവൽക്കാരനോ. മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുദപിക്കാൻ തുടങ്ങി. നോഹയുടെ കാലത്തിലേക്ക് ഞാൻ കടന്നു വരുന്നു. എന്താ? ഉൽപ്പത്തി 6 വരുമ്പോൾ ആദമിൻ്റെ തലമുറ ഒരുവനുണ്ടായിരുന്ന 7-ാമനായി ഹാനോക്ക് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് ഭക്തന്മാരെ ചേർക്കുവാൻ വരും. ഇന്നലെ രാത്രി
ഹാനോക്കിൻ്റെ തലമുറയായി ഒരുവനുണ്ടായിരുന്നു, അവൻ്റെ പേരാ മെതുശലേഖ്. പഠിക്കുന്ന സൺഡേ ക്ലാസ് കുഞ്ഞുങ്ങൾ. മെതുശലേഖിൻ്റെ പ്രത്യേകത എന്താ? ബൈബിളിനകത്ത് 1000 സംവത്സരം ജീവിച്ച ഒരു കുഞ്ഞുങ്ങൾ പോലുമില്ല. ഏറ്റവും കൂടുതൽ ആയുസ് കിട്ടിയ ഒരുവനുണ്ട്, അവൻ്റെ പേരാ മെതുശലേഖ്. മെതുശലേഖിൻ്റെ പ്രത്യേകത എന്താ? അവൻ്റെ ആയുസ് 969 സംവത്സരം. അവൻ കളിക്കാവിളെ പോയി ട്രാക്ട് കൊടുത്തില്ല, പാറശാല പരസ്യയോഗത്തിൽ പ്രസംഗിച്ചില്ല, വെള്ളറുടെ കൺവെൻഷൻ വെച്ചില്ല. എന്തുകൊണ്ട്? ദൈവം അവനെ അനുഗ്രഹിച്ചു. ഇന്ന് പകൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൻ വചനമെടുത്തപ്പോൾ തലമുറകളെ ദൈവം മാനിച്ചു. കർത്ത ഉയർത്തി കർത്തർക്ക് മഹിമൈ. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ വചനമെടുത്ത് ദൈവത്തെ ആരാധിക്കുമ്പോൾ, അപ്പച്ച അമ്മച്ചി, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. നിങ്ങളുടെ തലമുറകൾക്ക് ആയുസും നന്മയും കൊടുക്കുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. മനസ്സിലാകുന്നവർക്കായി മെതുശലേഖിൻ്റെ സന്തതിയായി ഒരുവൻ ജനിച്ചു, ലാമെക്ക്. ലാമെക്കിൻ്റെ സന്തതിയായി ഒരുവൻ ജനിച്ചു, നോഹ. നോഹയുടെ പ്രത്യേകത എന്താ? ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും. നോഹയുടെ കാലത്ത് ഒരു സംഭവമുണ്ടായി, കല്യാണമില്ലാതായി തീർന്നു. വായിച്ചു തുടങ്ങാം. സൺഡേ ക്ലാസ്സിൽ ഇരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ എല്ലാവർക്കും എടുക്കാം. ഉൽപ്പത്തി 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ച് സഹായിക്കാം. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർ പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അതാണ്ട് ദൈവം വെച്ചത് എന്താ? തക്ക തുണയായി. ആദമിന് എണ്ണയല്ല കൊടുത്തത്, തക്ക തുണയായി ആദമിന് കൊടുത്തു. അടുത്തത് അത് കണ്ടപ്പോൾ അടുത്ത ആയുസ് തീർന്നു. അടുത്ത വാക്ക് വായിച്ചാണ്ട് കുഞ്ഞെ. അപ്പോൾ യഹോവ മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം. വായിച്ചാട്ടെ. അവൻ ജഡം തന്നെയല്ലോ. അപ്പൊ ആയുസ് എത്രാക്കി? എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. എന്റെ അമ്മാമയെ കേട്ടാട്ടെ, അച്ചായ കേട്ടാട്ടെ. ഉൽപ്പത്തി 2 വരുമ്പോൾ ആയുസ് 1000, ഒരു 500 പോലും കൊടുത്തില്ല. ഒറ്റ വെട്ട്. സ്വോത്രം. നമ്മുടെ കത്രി എടുത്ത് വെട്ടുന്ന പോലെ ഒറ്റ വെട്ട് 120 സംവത്സരം. പാപം ചെയ്തിട്ടല്ല, കല്യാണം മാറി. ദൈവത്തിൻ്റെ പുത്രന്മാർ ലോകത്തിൻ്റെ പുത്രിമാരെ തിരഞ്ഞെടുത്തു. അതിൻ്റെ അർത്ഥം എന്താ? രക്ഷിക്കപ്പെടാത്ത, ജ്ഞാനസ്നാനം ഏറ്റെടുക്കാത്ത, കർത്തൻ മരവ് കാണാതെ ലോകത്തിൻ്റെ മോഹങ്ങളിൽ പോകുന്ന സകലരെയും ഭാര്യമാരായി തിരഞ്ഞെടുത്തു. അത് താൻ നോഹയുടെ കാലം. നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാക്കണം. അവിടെ യുദ്ധവും ക്ഷാമവുമല്ല. ദൈവം പറഞ്ഞ കൽപ്പനയ്ക്ക് വിരോധമായി കല്യാണങ്ങൾ മാറി. എന്താ കല്യാണം? ഇന്ന് മലയാളത്തിൽ പറഞ്ഞാൽ ആ ലൈവൂടെ കൊടുത്താട്ട് എല്ലാവരും കേൾക്കണം. കല്യാണമില്ല. സ്വോത്രം. താണ്ട് വിഭാഗമോ? ഞങ്ങളില്ല അമേരിക്കക്കാർ. അമേരിക്ക ഒറ്റ സ്റ്റേറ്റിലും വിഭാഗമില്ല. ഇഷ്ടമുള്ളതിന് ഇഷ്ടമുള്ള ചെറുക്കനും പെണ്ണിനും പോകാം. തീർന്നില്ല. അടുത്ത മലയാളം കൂടെ പറയാം. എല്ലാവരും കേട്ടാട്ട്. താണ്ട് കേരളം 2 പെൺകുട്ടികൾ ഒരുമിച്ച് താമസിച്ചിരിക്കുന്നു ബാംഗ്ലൂരിൽ. ഇതിൻ്റെ പേര് ലെസ്ബിയൻ മാരേജ്. വടക്കൻ പരവുകാർ, ശ്രുതി, ശരണ്യ. തീരാൻ പോവുക ലോകം. അത് കഴിഞ്ഞിട്ട് അടുത്തത് താണ്ട് കത്തോലിക്ക സഭ. എല്ലാ പത്രത്തിലും വാർത്ത. 2 ചെറുപ്പക്കാർ ഒരുമിച്ച്, ബ്രൂണോയും വിൻസെന്റും ഇതാ കിടക്കുന്ന കല്യാണം കഴിച്ചു. അതിൻ്റെ അർത്ഥം കളിക്കാവുള്ള ഭാഷ പറഞ്ഞാൽ കറിയാച്ചായനും തോമാച്ചായനും കല്യാണം കഴിക്കും. സ്വോത്ര. പാറശാല ഭാഷ പറഞ്ഞാൽ അന്നമ്മയും ചിന്നമ്മയും കല്യാണം കഴിക്കും. എല്ലാം തീരാറായി. ദൈവം തീർക്കാൻ പോവുക. സ്വർഗ വിഭാഗത്തിന് ഫ്രാൻസിൽ അംഗീകാരം. ഏതൻ്റെ പൂങ്കാമനത്തിൽ മനുഷ്യനെ ഒരുമിപ്പിച്ച് ആദ്യത്തെ കുടുംബജീവിതം ആശീർവദിച്ച കർത്താവിൻ്റെ വചനത്തിന് വിരോധമായി ഇന്ന് ലോകരാജ്യങ്ങൾ എഴുന്നേൽക്കുന്നു. അടുത്തത് ദാണ്ട് സ്വർഗ വിഭാഗത്തിന് അമേരിക്കയിൽ പച്ചക്കൊടി. പുറകെ പറഞ്ഞുതരാം. അതുകൊണ്ടാണ് ഇന്നത്തെ അമേരിക്കയുടെ പ്രശ്നം. ദാണ്ട് ഓസ്ട്രേലിയയിൽ സ്വർഗ വിഭാഗം ദാ കിടക്കുന്ന അവിടെയും തീർന്നു. എല്ലാ രാജ്യത്തും ഇത് വരുക. ദൈവത്തിൻ്റെ കരങ്ങൾ. ദാണ്ട് 18 കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാം. ചേർച്ചപ്പാലത്ത് സണ്ണും സെൻറ്റ് ജെയിംസും എഞ്ചിനീയറിംഗ് കോളേജ് കിടക്കുന്നു. ഇവിടെ വെള്ളറുടെ ഇന്ന് പോകുന്ന 2 കുഞ്ഞുങ്ങൾ, ഒരു 21-കാരനും 18-കാരി ഒരുമിച്ച് കളിക്കാവുള്ള അല്ലെങ്കിൽ കന്യാകുമാരിയിൽ ഒരു കോടതിയിൽ പോയി 3000 രൂപ കോടതി, 2000 രൂപ വക്കീലിന് കൊടുത്താൽ ഒരു പേപ്പർ കിട്ടും. അതിൻ്റെ പേര് ലിവിങ് ടുഗദർ. തമിഴ്നാട്ടിൽ. അതിൻ്റെ അർത്ഥം അവർക്ക് ഒരുമിച്ച് ജീവിക്കാം. അപ്പനും അമ്മയും ഇവിടെ നിന്ന് കാവൽത്തുറ അധികാരികൾ പോലീസുമായി പോയി കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരനും പെൺകുട്ടിയും കാണിക്കോ കന്യാകുമാരി കോടതി ഞങ്ങൾക്ക് പേപ്പർ തന്ന് ഒരുമിച്ച് താമസിക്കുക. പോലീസ് അധികാരികൾ തിരിച്ച് കരഞ്ഞുകൊണ്ട് മടങ്ങിപ്പോരും. ആരെയും ഒന്നും ചെയ്യാൻ പറ്റാത്ത കാലം. കല്യാണമില്ല. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. എന്താ കല്യാണത്തിൻ്റെ പ്രത്യേകത കൂടെ പറഞ്ഞു തരാം. അടുത്തത് കണ്ടോ? ട്രാൻസ്ജെൻഡേഴ്സ് മാരേജ്. ലോകം മുഴുവൻ ഇന്ന് ഹല്ലേലൂയ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ മാരേജ്. അടുത്ത ഏറ്റവും നിർണായകമായ കാര്യം ഇന്ത്യ വിറയ്ക്കുന്നു. സുപ്രീം കോടതിയിലെ 2 ചെറുപ്പക്കാരികൾ ഒരുമിച്ച് ജീവിക്കുവാൻ തയ്യാറെടുക്കുന്നു. ദൈവം വെച്ച കൽപ്പന മനുഷ്യൻ തീർത്തു. ദാണ്ട് വരൻ ഉക്രൈൻ, വധു പുനലൂർ. കമ്പ്യൂട്ടർ കല്യാണം നടത്തി. മനസ്സിലാകുന്നവർക്കായി. തമിഴ്നാട് എനിക്ക് അറിയത്തില്ല ഇന്നത്തെ കല്യാണം. കമ്പ്യൂട്ടർ വഴി കല്യാണം. എവിടെ? പാറശാല കല്യാണ മണ്ഡപത്തിൽ നമുക്ക് ചപ്പാത്തിയും കിട്ടുമെന്ന് മനസ്സിലാകുന്നവർക്കായി. മന്ത്രകൂടി ആരുകൊണ്ട് ഒരു പോത്തീസും കൊണ്ടുവരും. കല്യാണമില്ല. എന്തൊരു കാലമാ ഇത്! ദുഷ്കാലം. മിണ്ടുന്നില്ലല്ലോ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി വചനത്തെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടെ ഇരിക്കണമേ. കണ്ടില്ലേ വിഭാഗം?
ഇന്ന് നമ്മുടെ എല്ലാം വേർപെട്ട രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ സഭയാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കാരണവശാലും ഇവിടെ നല്ല കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, കുഞ്ഞുമക്കളിരിക്കുന്നു, ഒരു കാരണവശാലും ലവ് മാരേജിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് പോകരുത്. ദാറ്റ് മീൻസ് ഫെയിൽവർ. അതൊരു ഫെയിൽവർ പരിപാടിയാണ്. ദൈവം മനുഷ്യന് തക്ക തുണയാ തരുന്നത്. അതുകൊണ്ട് ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അപ്പുറത്തൊരു സംഭവം ഉണ്ടല്ലോ, പളുകൽ CSI, അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഞാൻ അവിടെ പ്രസംഗിച്ചിട്ടുള്ളൂ, എനിക്ക് സ്ഥലങ്ങൾ മുഴുവൻ അറിയാം. അവൻ്റെ ചേട്ടൻ എൻ്റെ സുഹൃത്തുമായിരുന്നു. ഒരു ചെറുപ്പക്കാരനെ, ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പെൺകുട്ടിയായ ഗ്രീഷ്മ കൊണ്ടുപോയി. അവസാന കഷായത്തിനകത്ത് എന്താ കലക്ക്, ഏറ്റവും നിർണായകമായ കലക്കുന്ന മരുന്ന് കൊടുത്ത് തീർന്നു. തിങ്കളാഴ്ച വിധി വരുന്നു. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് പറയുക, സന്തോഷമില്ലല്ലോ, ഇന്ന് രാത്രി പോവുക, വല്ല ഗ്രീഷ്മയും രേഷ്മയും വിളിച്ചിട്ട് എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ അവസാനം നിനക്ക് കഷായത്തിൽ മരുന്ന് കിട്ടും. അതുകൊണ്ട് ദൈവസഭയിരുന്ന് പ്രാർത്ഥിച്ചോണം. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ചെറുപ്പക്കാർ വീണ് പോകരുത്, സ്വോത്രം. അടുത്ത പാസിൻ്റെ സ്ഥലം വെള്ളണയ്ക്ക് താഴെ അമ്പൂരി. അവിടെ അമ്പൂരി തേക്കുപാറയിൽ ഞാൻ അസംബ്ലീസ് കോഡിൻ്റെ കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും കേൾക്കണം. അവിടുത്തെ DYSP നെയ്യാറ്റിങ്കര അവിടെ കറക്കത്തോടെ കറക്കം. രാവിലെ തട്ടുകടയിരുന്ന് കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം അവിടെ വണ്ടി നിർത്തി. അപ്പോൾ അദ്ദേഹം, ഞാൻ ചോദിച്ചു, സാറ് 2 ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ യോഗം നടത്തുന്നു, സാറിൻ്റെ വണ്ടി ഇവിടെ കറങ്ങുന്നു. അപ്പം സ്തോത്രം. അദ്ദേഹം ചോദിച്ചു, താങ്കൾ ആരാന്ന്? ഞാൻ പറഞ്ഞു, ഇവിടെ ഗവൺമെൻറ്റിന് പ്രസംഗിക്കാൻ വന്നതാണ്. അപ്പോൾ ചോദിച്ചു, ഞാൻ കറങ്ങുന്നത് താങ്കൾ ചോദിക്കാം. ഞാൻ പറഞ്ഞു, 2 ദിവസമായിട്ട് കറങ്ങുന്നുണ്ട്, ഒരു പൗരൻ എന്ന നിലയ്ക്കാണ് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറിൻ്റെ പേരെന്താന്ന്? അദ്ദേഹം പറഞ്ഞു, DYSP അനിൽകുമാർ എന്ന്. അപ്പോൾ റേഞ്ച് ഐജിയുടെ പേര് ഞാൻ പറഞ്ഞു, പുള്ളിയായിട്ട് ഞാൻ കട്ടൻ ചായ കുടിക്കുന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമായി പോയി, സ്വോത്രം. അപ്പോൾ സാധാരണ പുള്ളിയല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു പെൺകുട്ടി ഇവിടെ മിസ്സിങ് ആയിട്ടുണ്ട്, അതിനുവേണ്ടി ഞങ്ങൾ വരുവാന്ന്. സ്വോത്രം. നെയ്യാറ്റിങ്കരക്കാരി ഒരു പെൺകുട്ടി, അമ്പൂരിയിൽ ഒരു പട്ടാളക്കാരനുമായിട്ട് നല്ല അടുപ്പമായിരുന്നു. എല്ലാവരും കേട്ടാട്ടെ. അങ്ങനെ ഇരുന്നപ്പോൾ അവന് നല്ലൊരു കല്യാണാലോചന വന്നു. വീട് നല്ലതുപോലെ അമ്പൂരിയിൽ വെക്കുന്നു. ഇവൾ ഒരു കാരണവശാലും ഒഴിവാകത്തില്ല. ഈ പെൺകുട്ടിയെ നെയ്യാറ്റിങ്കരയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നില്ല. നേരെ നെയ്യാർ ഡാമിൽ 2 കൂട്ടുകാരുമായിട്ട് നല്ലതുപോലെ ആഹാരമൊക്കെ മേടിച്ചു കൊടുത്തു. വീടിൻ്റെ അവിടെ കുഴിയെടുക്കുന്ന JCB കൊണ്ട് നാളുകൾക്ക് മുമ്പ് അവനൊരു കുഴിയെടുത്തു. അവൻ്റെ അപ്പനും കൂട്ടി നിന്നു. വീട്ടിൽ കൊണ്ടുവന്ന് പുതിയ വീട് പാല് കാച്ചുന്നതിന് മുമ്പ് നെയ്യാറ്റിങ്കരക്കാരി പെൺകുട്ടിയുടെ കഴുത്ത് ഞെരിച്ച കുഴിക്കകത്താക്കി. എന്നിട്ട് 4 ഉപ്പിയാക്ക് വിട്ട്, ആരും അറിയാതെ. അമ്പൂരി നടന്ന സംഭവമാണ്. സ്വോത്രം. നിങ്ങളുടെ തൊട്ടടുത്ത് നടന്ന സംഭവം. അവസാനം ഈ DYSP വളരെ ബുദ്ധിമാനായിരുന്നു. അവളുടെ മൊബൈൽ ടവർ തേക്കുപാറ അമ്പൂരിയിലുണ്ടായിരുന്നു. അവസാനം അന്വേഷിച്ച് ചെന്നപ്പോൾ ഇവർക്ക് ഒരു കുഴപ്പം പറ്റി. നെയ്യാറിൽ നിന്ന് വരുന്നവർ ഈ മൊബൈൽ ഓഫാക്കിയില്ല. ടവർ ലൊക്കേഷൻ വന്നു. അവൻ്റെ വീട്ടിനകത്ത് വെച്ച് പിടിച്ചു. അവൻ പട്ടാളത്തിൽ ജോലിക്ക് പോയി അവനെ തിരിച്ചു കൊണ്ടുവന്നു. അതുകൊണ്ട് ഇന്ന് പകൽ പെൺകുട്ടികളോട് പറയാം, കണ്ട ചെറുപ്പക്കാരോട് കറങ്ങാൻ പോയാൽ നിങ്ങളുടെ തലയിൽ ഉപ്പിയാക്ക് വീഴും.